ക്ഷമിച്ചിരിക്കുക. എന്നിട്ട് നമ്മൾ കുന്തും ഖൈറ ഉമ്മ, നമ്മൾ ഉത്തമ സമുദായ എന്ന് വേഗം പറയാം. ഇതെന്താ അർത്ഥമുള്ളത്? അങ്ങനത്തെ കുടുംബങ്ങളിൽ കുടുങ്ങിയ കുടുംബങ്ങളുണ്ടെങ്കിൽ അവരെ സംരക്ഷിക്കേണ്ടത് മുസ്ലിം ഉമ്മത്തിന്റെ പൊതുവായ കടമയാണ്. അത് താനി ഹറാമാണ്. ടെലിഫോൺ ബൂത്തിൽ പെൺകുട്ടികൾ ഇരിക്കൽ ഹറാമാണ്. ടെലിഫോൺ ബൂത്തിൽ പെൺകുട്ടികൾ ഇരിക്കുന്നത് ഹറാമാണ്. അത് തനിച്ച ഹറാമാണ്. അതുപോലെ തന്നെ ടെക്സ്റ്റൈലുകളിലും റെഡിമെയ്ഡ് കടകളിലും പെണ്ണുങ്ങൾക്ക് വസ്ത്രം മാറാനുള്ള റൂം ഉണ്ടാക്കുന്നത് ഹറാമാണ്. തനി ഹറാമാണ്. തനി ഹറാമാണ്. എൻ്റെ കടയുടെ ലാഭത്തിന്റെ ഒരു ഫീൽസിൽ പോലും അള്ളാന്റെ ഇഷ്ടം ഉണ്ടാവും വിചാരിക്കണ്ട. അത് തനി ഹറാമാണ്. വളരെ ഇന്നില്ലാത്ത കടൽ ഇല്ല കടലില്ല. അത് പെണ്ണുങ്ങൾക്ക് വന്ന് വസ്ത്രം മാറാനുള്ള സൗകര്യം. മാമിൻ ഇംറഅത്തിൻ ഖലഅത് സിയാബഹാ ഫീ ബൈതിഹാ ഹതകല്ലാഹു സിത്രഹാ മാ ബൈനഹാ വ ബൈനല്ലാഹ്. ഏതെങ്കിലും ഒരു പെണ്ണ് സ്വന്തം വീട്ടിലല്ലാതെ വസ്ത്രം അഴിക്കുകയോ വസ്ത്രമിടുകയോ ചെയ്താൽ അള്ളാഹും അവളും തമ്മിലുള്ള ബന്ധം അള്ളാഹു ഒഴിവാക്കി എന്ന് മുഹമ്മദ് നബി. ഇങ്ങനെ നൂറുകണക്കിന് പെണ്ണുങ്ങൾക്ക് അള്ളാഹിനായിട്ടുള്ള ബന്ധം വിടാൻ വേണ്ടിയല്ലേ ഇത്തരം ടെക്സ്റ്റൈലുകൾ? അത് ഹറാമാണ്. അതുണ്ടാക്കിയിട്ടില്ലെങ്കിൽ കച്ചവടം നടക്കൂലെങ്കിൽ നീ കച്ചവടം അങ്ങോട്ട് കൂട്ടിയേക്ക്. എന്നാലും വേണ്ടില്ല ഉണ്ടാക്കണ്ട. അതില്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് കച്ചവടം നടക്കൂലെങ്കിൽ കച്ചവടം വേണ്ട, കച്ചവടം പൂട്ടുക. കാരണം ഇത് ഹറാമാകുന്നു. ഇത് തനി ഹറാമാണ്. ശ്രദ്ധിക്കണേ, എല്ലാവരും നല്ല പോലെ ശ്രദ്ധിച്ചിരിക്കേണ്ട ഗൗരവമുള്ള വിഷയങ്ങളാണ് പറയാൻ പോകുന്നത്. ശ്രദ്ധിക്കുക. ഇത്തരം വേദികളിൽ പെണ്ണുങ്ങളെ ആണുങ്ങൾക്ക് ഇടപഴകാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കൽ ഭീമമായ തെറ്റാണ്. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഹുർമത്ത് അതുവഴി നഷ്ടപ്പെട്ടു പോവുകയാണ്. ശ്രദ്ധിക്കുക, വളരെ ചിന്തിക്കണം. വളരെ ഗൗരവമുള്ള വിഷയമാണ് ഈ പറയുന്നത്. ശ്രദ്ധിക്കുക. അതോടുകൂടെ തന്നെ ഭർത്താവിൻ്റെ ജ്യേഷ്ഠന്മാരോ അനുജന്മാരോ പെണ്ണിനോട് ഇടപഴകുക. മിണ്ടാതിരിക്കുകയും നല്ല പോലെ ശ്രദ്ധിക്കുകയും. പെണ്ണുങ്ങളൊന്നും മിണ്ടരുത്. പെണ്ണുങ്ങൾ മിണ്ടരുത്. ഇന്ന് സാർവത്രികമായിട്ടുള്ള തന്നെ ഹറാമായ ഒരു രീതി, സാർവത്രികമായിരിക്കുകയാണ് ഇന്ന് ആ രീതി. ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. പെണ്ണുങ്ങൾ നല്ല മനസ്സിലാക്കണം. ഭർത്താവിൻ്റെ ജ്യേഷ്ഠാനുജന്മാർ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ജ്യേഷ്ഠൻ്റെ പ്രായപൂർത്തിയാവാൻ ആവുകയോ അതിനോട് അടുക്കുകയോ ചെയ്ത ആൺമക്കൾ, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ പെങ്ങളുടെ മക്കൾ ആൺമക്കൾ, ഇവരോടൊക്കെ ഇന്ന് ഇടപഴകുന്ന രീതി, ഇത് പെണ്ണിന് നരകം വാങ്ങിക്കൊടുക്കുന്ന രീതിയാണ്. ഇതൊരു സാമൂഹിക ക്രമം തന്നെ ഇന്ന് മാറി. ഹബീബായ നബി പറഞ്ഞു, ഇയ്യാകും വദ്ദുഖൂല അലൻ നിസാ. പെണ്ണുങ്ങൾ അടുത്തേക്ക് ചെല്ലുമ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണമെന്ന് ഹബീബായ നബി. സ്വഹീഹുൽ ബുഖാരി. ഫഖാല റജുലുൻ മിനൽ അൻസാരി. അപ്പോൾ അൻസാരികളിൽ ഒരാൾ ഹബീബായ നബിയോട് ചോദിച്ചു, നബിയെ അഫറഅയ്തൽ ഹമുവ യാ റസൂലല്ലാഹ്. ശ്രദ്ധിക്കണേ, അഫറഅയ്തൽ ഹമുവ യാ റസൂലല്ലാഹ്. ഭർത്താവിൻ്റെ ജ്യേഷ്ഠാനുജന്മാർ, അവിടെ ബുഖാരി വിശദീകരിക്കുന്നുണ്ട്, ഹമുൽ മർഅത്തി അഖാരിബു സൗജിഹാ. ഭർത്താവിൻ്റെ അടുത്ത കുടുംബക്കാർക്കാണ് ഹമുവ് എന്ന് പറയുന്നത്. അവൾ ഒരു പെണ്ണിനെ അടുത്ത് വരിക, വീട്ടിൽ വരിക, താമസിക്കുക, കയറി വരിക, ഇടപഴകുക, ഭർത്താവില്ലാത്ത സാഹചര്യം എങ്കിൽ എന്താ നബിയെ അങ്ങയുടെ അഭിപ്രായം? അല്ലെങ്കിൽ ആ വീട്ടിൽ ഭർത്താവില്ല, അല്ലെങ്കിൽ വീട്ടിൽ ഭർത്താവുണ്ട് പക്ഷെ ആ റൂമിൽ ഭർത്താവില്ല, അങ്ങനെയൊക്കെയുള്ള സാഹചര്യം നോക്കൂ. വളരെ ചിന്തിക്കണം. എന്താണ് ഇതിൻ്റെ സാഹചര്യം? നബിയെ സ്വഹീഹുൽ ബുഖാരി. ഭർത്താവിൻ്റെ ജ്യേഷ്ഠനോ അനുജനോ ആവല്ലെങ്കിൽ അവരുടെ മക്കളോ, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ പെങ്ങളുടെ മക്കൾ, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ എളാപ്പ, അതുപോലെ തന്നെ ഭർത്താവിൻ്റെ അമ്മാവൻ, ഇങ്ങനെയുള്ള ആളുകൾ, ഇവരൊക്കെ അൽ മുറാദു അൽ അഖു വബിനുൽ അഖി, ഭർത്താവിൻ്റെ ജ്യേഷ്ഠാനുജന്മാര്, അല്ലെങ്കിൽ വബിനുൽ അഖി ഭർത്താവിൻ്റെ ജ്യേഷ്ഠാനുജന്മാരുടെ മക്കള്, വല്ലയും അമ്മു ഭർത്താവിൻ്റെ പിതൃവ്യന്മാർ, എളാപ്പ മൂത്താപ്പമാര്, അതേപോലെ തന്നെ വബിനുൽ ഉഖ്തി, വബിനുൽ അമ്മി എളാപ്പാൻ്റെ മക്കള്, വബിനുൽ ഉഖ്തി ഭർത്താവിൻ്റെ പെങ്ങളുടെ മക്കള്, വനഹ്വിഹിം മിമ്മാ യഹില്ലു ലഹാ തസ്വീജുഹു ലൗ ലം തകുൻ മുതസവ്വിജ. അവൾ വിവാഹന്റെ ഒഴിവാവുകയാണെങ്കിൽ അവളെ വിവാഹം ചെയ്യൽ അനുവദനീയമായിട്ടുള്ള ആളുകൾ. ഈ ആളുകൾ
ഈ ആളുകളോടൊരു പെണ്ണ് ഇടപഴകുന്നതിന്റെ വിഷയം എന്ത് എന്ന് ഹബീബായ നബിയോട് ചോദിച്ചപ്പോൾ ഫഖാല, ഹബീബായ നബി പറഞ്ഞത് അൽഹമു അൽ മൗതു, അൽഹമു അൽ മൗതു എന്ന്. അൽഹമു അൽ മൗതു, ഭർത്താവിന്റെ ജേഷ്ഠാനുജന്മാരോട് അല്ലെങ്കിൽ അവരുടെ മക്കളോട്, ഈ പറയപ്പെട്ട ആളുകളോട് ഇടപഴകുക എന്ന് പറയുന്നത് അൽഹമു അൽ മൗതു, അതാ പെണ്ണിന്റെ മരണമാണ്. സ്വഹീഹുൽ ബുഖാരി. ഇത് വളരെ ശ്രദ്ധിക്കണം. ഇന്ന് കയറി വന്ന ഒരു രീതി, ഗൾഫ് കൊണ്ടാണ് സത്യത്തിൽ ഈ തിന്മകളെല്ലാം നമ്മളെ നാട്ടിൽ കയറി വന്നിട്ടുള്ളത്. ഗൾഫ് വളരെ കുറഞ്ഞ നന്മയും ഒരുപാട് തിന്മയും സമൂഹത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. കുറഞ്ഞ നന്മ ഗൾഫിൽ ഉണ്ടായി എന്നുള്ളത് ശരിയാണ്. നാട്ടിലൊക്കെ സാമ്പത്തികമായ നേട്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, ശരിയാ. പക്ഷെ അതിനേക്കാൾ വലിയ തിന്മ ഗൾഫ് കൊണ്ടുണ്ടായി എന്നുള്ളത് വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, വളരെ ഗൗരവമുള്ള ഒരു വിഷയം. എന്തേ നിങ്ങളെല്ലാം ക്ഷമിക്കണം. എന്തേ അവിടെ നല്ല പ്രശ്നം അവർ മൈക്ക് ശ്രദ്ധിച്ചിട്ടില്ല. എൻ്റെ പ്രശ്നം ശ്രദ്ധിക്കുക. അള്ളാഹു നമ്മളെ നാഫിയായ ഇൽമിനെ തരട്ടെ. വളരെ ഗൗരവമുള്ള വിഷയമാണ് ഈ പറയുന്നത്. ഇങ്ങോട്ട് ശരിക്കും ഭർത്താവിൻ്റെ ജ്യേഷ്ഠാനുജന്മാർ, ഈ ഭർത്താവിൻ്റെ ജ്യേഷ്ഠാനുജന്മാരോട് മക്കളോട് ഇടപഴകുക, ഇത് വന്നത് സത്യത്തിൽ ഗൾഫ് കൊണ്ടാണ്. ഗൾഫ് ഒരുപാട് ദോഷങ്ങൾ കൊണ്ടുവന്നു. ഈ ദോഷം എൻ്റെ കൂടെ വരണം കേട്ടോ. ചിലപ്പോൾ നിങ്ങൾക്ക് ദേഷ്യം ഉണ്ടാവും. ഈ പറയുന്നതിനൊക്കെ ദേഷ്യം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ദേഷ്യമുള്ള വിഷയമാണ് ഈ പറയുന്നത്. ഗൾഫ് മനുഷ്യന്മാർക്ക് വേണ്ടിയില്ലായിരുന്നു. ഗൾഫ് കൊണ്ട് ഗുണത്തിനേക്കാൾ ദോഷം ഉണ്ടായി, വളരെ വലിയ ദോഷം. എന്തേ ഗൾഫ് കൊണ്ടുണ്ടായത്? ഒന്ന്, വിവാഹത്തിൻ്റെ അർത്ഥം ഗൾഫ് നഷ്ടപ്പെടുത്തി. വിവാഹത്തിൻ്റെ അർത്ഥം തന്നെ ഗൾഫ് നഷ്ടപ്പെടുത്തുകയുണ്ടായി. എന്താ വിവാഹത്തിൻ്റെ അർത്ഥം? ഹബീബായ നബി പറഞ്ഞു, പ്രായപൂർത്തിയായ ആൾ എപ്പോഴും ഉടനെ കല്യാണം കഴിക്കണം. ഫഇന്നഹു അഹ്സനു ലിൽ ഫർജി, അത് ഗുഹ്യസ്ഥാനത്തിന് വളരെ സംരക്ഷണം നൽകുമെന്ന് ഹബീബായ നബി. കാരണം പെണ്ണ് കൂടെ ഉണ്ടാവുമ്പോൾ അവന് ഗുഹ്യസ്ഥാനത്തിന് സംരക്ഷണം ഉണ്ടാവും. മറ്റൊരു പെണ്ണിനെ കുറിച്ച് അവൻ ആലോചിക്കുകയില്ല, വേറൊരു പെണ്ണിനെ പറ്റി ചിന്തിക്കുകയില്ല, ആലോചിക്കുകയില്ല. ഇത് സത്യത്തിൽ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഇന്നത്തെ സാഹചര്യത്തിൽ ഈ ഗൾഫ് കൊണ്ട് നഷ്ടപ്പെട്ടു. എന്തുകൊണ്ട്? എല്ലാവരും ഗൾഫ് വേണ്ടാന്നല്ല ഞാൻ പറഞ്ഞു, ഉണ്ടായിക്കോട്ടെ. പക്ഷെ ഇതിന് അനിയന്ത്രിതമായി വളരുന്ന രീതി, അധ്വാനിച്ച് കുടുംബം പോറ്റാനുള്ള സാഹചര്യമൊക്കെ ഉണ്ടായിട്ട് പിന്നെയും 10-20 കൊല്ലം കഴിഞ്ഞാൽ ഗൾഫിൽ കൂടുന്ന ഇന്നത്തെ അനിയന്ത്രിതമായ സമ്പ്രദായത്തെ വളരെ ഗൗരവമായി നമ്മൾ നിരുത്സാഹപ്പെടുത്തേണ്ടതുണ്ട് എന്ന് സാന്ദർഭികമായി ഞാൻ സൂചിപ്പിക്കുകയാണ്. പ്രതിരോധശേഷി നഷ്ടപ്പെട്ടു. കേരളത്തിൽ പ്രതിരോധശേഷി ഏറ്റവും കൂടുതൽ നഷ്ടപ്പെട്ട സമൂഹ മുസ്ലിമീങ്ങളാകാൻ കാരണം ഗൾഫാണ് എന്ന് പറയുന്നതിൽ ഖേദമുണ്ട്. പക്ഷെ അത് കണ്ടെത്തിയ ഒരു സത്യമായതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഇത് തുറന്നു പറയാം. ഗൗരവമുള്ള വിഷയമാണ്. ഗൾഫ് ഒരുപാട് ദോഷങ്ങൾ സമൂഹത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ചില നേട്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, സാമ്പത്തികമായ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടായി, ഗുണമായിരുന്നു. പക്ഷേ ദാരിദ്ര്യമല്ലല്ലോ വിഷയം. റിസർവ് ബാങ്കിന്റെ ഗവർണറുടെ ഉദ്യോഗമല്ലല്ലോ ബാപ്പാന്റെ ഉദ്യോഗം. റിസർവ് ബാങ്കിന്റെ ഗവർണറെ ഉദ്യോഗമാണ് ബാപ്പാന്റെ ഉദ്യോഗമെങ്കിൽ മോശപ്പെട്ട ബാപ്പയാണ് മുഹമ്മദ് നബി എന്ന് പറയേണ്ടി വരും സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം നറൽ ഹിലാല സുമ്മൽ ഹിലാല സുമ്മൽ ഹിലാല ഷഹ്റൈനി മുതതാബിഈൻ മാ അബിയാതി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ അനസ്തൗഖിനു നാറാ. ഞങ്ങൾ 2 മാസമൊക്കെ റസൂലുള്ളാഹിന്റെ വീട്ടിൽ, ആയിഷാ ബീവി പറയാണ് റളിയല്ലാഹു അൻഹാ, 2 മാസം മുസ്തഫ റസൂലുള്ളാഹിന്റെ വീട്ടിൽ ഞങ്ങൾ ഉണ്ടാവും. ആയിഷാ ബീവി പറയാ റളിയല്ലാഹു അൻഹാ, ഒരു തീ പോലും റസൂലുള്ളാഹിന്റെ വീട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല 2 മാസം. അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട ആയിഷാ ബീവിയോട് ചോദിച്ചു റളിയല്ലാഹു അൻഹാ, എന്തായിരുന്നു പിന്നെ ഞങ്ങൾ ജീവിച്ചിരുന്നത്, എങ്ങനെ ഈ 2 മാസം